ഹായ് ഫ്രണ്ട്സ്, തടവറയ്ക്കുള്ളിലെ ജീവിതം എന്ന നോവലിൻ്റെ 29-ാം അധ്യായം തുടരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കാർത്തിയെ റൂമിലേക്ക് കൊണ്ടുവന്നു. അവൾ ചെറുതായി ഞരങ്ങുകയും മൂളുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നിമിഷങ്ങൾ ഓടിയകന്നു. കാർത്തി പതിയെ കണ്ണു തുറന്നു ചുറ്റും നോക്കി. എവിടെ? തൻ്റെ കുഞ്ഞെവിടെ? കരുണേട്ടനും അമ്മയും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്താണ്? അവളുടെ മനസ്സിൽ പല പല ചോദ്യങ്ങൾ ഉടലെടുത്തു. അമ്മേ, അവൾ പതിയെ വിളിച്ചു. ആ വിളി കേട്ട ഗോമതിയമ്മ വീണ്ടും നടുങ്ങി വിറച്ചു. ഒരു കുഞ്ഞിൻ്റെ നിലവിളിയോടെ അവളുടെ ശബ്ദം ഗോമതിയമ്മയുടെ കാതുകളിൽ വന്നലച്ചു. കരുണൻ പെട്ടെന്ന് അവളുടെ സമീപത്തേക്ക് ചെന്നു. ഇരു കൈകളാലും അവളുടെ മുഖം പൊതിഞ്ഞു പിടിച്ചു. എന്നിട്ട് വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു, എൻ്റെ പൊന്നുമോൾ വിഷമിക്കരുത്. നമുക്കെല്ലാം സന്തോഷത്തോടെ സഹിക്കാം. കാര്യമെന്തെന്ന് മനസ്സിലാവാതെ അവൾ അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നമ്മുടെ കുഞ്ഞ് മരിച്ചു, അയാൾ മന്ത്രിക്കും പോലെ പറഞ്ഞു. കാർത്തി നടുങ്ങിപ്പോയി. അവൾ അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. മോളെ എന്ന വിളിയോടെ അയാൾ അവളുടെ കണ്ണുകളിൽ ഉമ്മ വെച്ചു. അവളുടെ കണ്ണുകളിൽ നിന്ന് 2 അരുവികൾ പുറത്തേക്ക് ഒഴുകി. കരുണൻ തിടുക്കത്തിൽ അമ്മയ്ക്കരികിലെത്തി. എന്നിട്ട് പറഞ്ഞു, അമ്മ കാർത്തിയെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൾക്ക് ശക്തി പകർന്നു കൊടുക്കണം. അവളെ സമാധാനിപ്പിക്കണം. ഞാൻ അത്യാവശ്യമായി ഒരിടം വരെ പോകുന്നു. ഗോമതിയമ്മ ദയനീയമായി അയാളെ നോക്കി. എന്തൊക്കെയോ നിഗൂഢതകൾ കരുണൻ്റെ ഉള്ളിൽ ഉള്ളതുപോലെ അവർക്ക് തോന്നി. എങ്കിലും അവർ മിണ്ടാതെ നിന്നു. കരുണൻ ഒരു പേഴ്സ് എടുത്ത് അവർക്ക് നേരെ നീട്ടി. ഇത് പണമാണ്, സൂക്ഷിക്കണം. എന്നിട്ട് അയാൾ കാർത്തിക്കരികിലെത്തി. നിമിഷങ്ങളോളം അവളെ തന്നെ നോക്കി നിന്നു. എന്നിട്ട് പുറത്തേക്കിറങ്ങി. നഴ്സ് സുശീലയും 1 വയസ്സുള്ള അവളുടെ മോനും അയാളുടെ കൂടെ കാറിൽ കയറി. അല്പം കഴിഞ്ഞപ്പോൾ കാർ അവിടം വിട്ടുപോയി. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ. താങ്ക് യു.